സലീം കുമാറിന്റെ ഡാൻസ് മാസ്റ്റർ വിക്രം ഒരു തമാശ പറയുന്നുണ്ട്, എല്ലാവരും ചേഞ്ചിന് വേണ്ടി ഒരുപോലെയല്ലേ നടക്കുന്നല്ലാതെ ദിങ്ങനെ നടക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു വെറൈറ്റി നടത്തക്കാരിയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് നിവേദിത. +1 വിദ്യാർത്ഥിനിയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിവേദിത? ആഹാ, എല്ലാവരും നടക്കുന്നത് പോലെയല്ല, വ്യത്യസ്തമായി നടക്കാൻ അറിയാം. എങ്ങനെയാ നടക്കുന്നത്? കാലിന്റെ വിരല് മടക്കിട്ട് നടക്കാൻ പറ്റും. കാലിന്റെ വിരല് മടക്കിയിട്ട് അതിന് മുകളിൽ നടക്കാൻ പറ്റും. ചെറുപ്പത്തിലേ അങ്ങനെ നടന്ന് ശീലിച്ചതാണോ? അതെ. അപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പറയുമായിരുന്നു അല്ലെ, അങ്ങനെ നടക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് അത് ഒരു പ്രത്യേക കഴിവാണെന്ന് മനസ്സിലാക്കിയും ഗിന്നസ് ബുക്ക് റെക്കോർഡിനൊക്കെ നോക്കുകയൊക്കെ ചെയ്തു അല്ലെ. ആഹാ, എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തി അതിന് വേണ്ടിട്ട്, റെക്കോർഡിന് വേണ്ടിട്ട്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആക്കിട്ട നടന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. സ്കൂളിലൊക്കെ എല്ലാരും ഈ ഒരു കഴിവുണ്ട് എന്ന് അറിയോ? കുറച്ചൊക്കെ അടുത്ത ഫ്രണ്ട്സിനെല്ലാം പറയാം. അതെ, അവര് നടന്നു നോക്കൂ ഇതുപോലെ നടക്കാൻ പറ്റുമെന്നൊക്കെ. ആഹാ, ഇപ്പൊ പക്ഷെ അങ്ങനെ അധികം നടക്കുന്നില്ല അല്ലെ, കാരണം കാലിന് നിറവ്യത്യാസം വരുന്നുണ്ട് അല്ലേ. കാലിന് നിറവ്യത്യാസം വരുന്നുണ്ട്, വേദന ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ നടക്കാം. പക്ഷെ ഇത്രയും പ്രായമായിട്ട് നമ്മൾ അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ വെക്കുമ്പോ അങ്ങനെ നടക്കുമ്പോ കുറേയും കൂടി ബുദ്ധിമുട്ടുണ്ടോ വിരലിന്? അത്ര പ്രശ്നമൊന്നുമില്ല. കൊറേ നടന്നാ ചെറുങ്ങനെ വേദന എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു തയമ്പണക്കണ കറുപ്പ് വരും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ടു പുറത്തൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ വേദനയൊന്നും വലുതായിട്ടില്ല. അതൊരു ശീലമാണ്. വീട്ടിൽ ആരാ നല്ല പ്രോത്സാഹനം തരുന്നത്? ആരാ? അച്ഛനും അമ്മയും എല്ലാരും പ്രോത്സാഹിക്കുന്നുണ്ട്. ആഹാ, അച്ഛന്റെ പേര്? രാജു. എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫർ. അമ്മയോ? അമ്മ ശ്രീജിന, അക്കൗണ്ടന്റ് ആണ്. ആഹാ, പിന്നെ ഒരു കുഞ്ഞനിയനുണ്ട് അല്ലേ. ഇങ്ങോട്ടോ, ഒരു കുഞ്ഞനിയനുണ്ട്. അവന്റെ പേരെന്നാ? ആരവിന് എന്തൊക്കെ കഴിവല്ലേ, ഡാൻസ് ഒക്കെ ചെയ്യൂലേ? ഇന്നലെ സ്കൂളിൽ വാർഷികമായിരുന്നു, ഒരു ഗ്രൂപ്പ് ഡാൻസിനുണ്ടായിരുന്നു. ആഹാ, ആരവ് ഏത് ക്ലാസ്സിലാന്ന്? 5. ചേച്ചി ഇങ്ങനെ നടന്നു നോക്കുമ്പോഴേ മോന് നോക്കിയോ അങ്ങനെ നടക്കാൻ പറ്റുമോന്നൊക്കെ? എനക്കാവുന്നില്ല, കാല് വേദനിക്കുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ വലുതായിട്ട് ആരാവണമെന്നൊക്കെ? ആഹാ, വലിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള, പൈലറ്റ് ആവാനുള്ള ആഗ്രഹമൊക്കെയാണ് ആരവിനുള്ളത്. ഒരു റെക്കോർഡ് മോഹമാണ് നമ്മുടെ നിവേദിക്കുള്ളത്. രണ്ടുപേരുടെയും ആഗ്രഹം പോവാണിയായിട്ട് എനിക്ക് വീണ്ടും വന്ന് ഇവരെ ഒരു ഇന്റർവ്യൂ കൂടി ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.